ചാനലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളിലൊഴുകും ചോരയിലൂടെ കാലം സാക്ഷി ചരിത്രം സാക്ഷി കാലം സാക്ഷി കുടീരം സാക്ഷി ജനാംഗണത്തിന്റെ രക്തം സാക്ഷി ഇൻകുലാബ് സിന്ദാബാദ് കർഷക സംഘം സിന്ദാബാദ് വില്ലേജ് സമ്മേളനം സിന്ദാബാദ് രക്തസാക്ഷികൾ സിന്ദാബാദ് വില്ലേജ് സമ്മേളനം സിന്ദാബാദ് ജൂലൈ 6 സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ബഹുമാനപ്പെട്ട കർഷക സംഘം ശാർക്കര മേഖലാ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സഖാവ് ഗോപാലകൃഷ്ണൻ, നമ്മുടെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ആൾ ഇന്ത്യ കിസാൻ സഭയുടെ വൈസ് പ്രസിഡന്റ്, മാത്രമല്ല നെയ്യാറ്റിങ്കര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള എസ് കെ പുരീജ, നിയമം, അതുപോലെ തന്നെ നമ്മുടെ പ്രമുഖരായ കർഷകരെ ആദരിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പറും CITUവിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുള്ള സുഭാഷ്, ഇവിടെ ഏതാനും സമയങ്ങൾക്കകം എത്തിച്ചേരുന്ന നമ്മുടെ വിദഗ്ധ വിജയങ്ങൾ കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കുവാൻ വേണ്ടി എത്തിച്ചേരുന്ന അഡ്വക്കേറ്റ് എസ് ജയൻ, അതുപോലെ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന കർഷക സംഘത്തിൻ്റെ ഏരിയ സെക്രട്ടറിയുള്ള സഹ ദേവരാജൻ, അഭിവാദന പ്രസംഗങ്ങൾക്ക് വേണ്ടി എത്തിച്ചേരുന്ന സഹ എം പ്രദീപ്, പാർട്ടി ഏരിയ സെക്രട്ടറി, കർഷക സംഘത്തിൻ്റെ ജില്ലാ കമ്മിറ്റിയുമായിട്ടുള്ള സഹ സിന്ധു, ഏരിയ കർഷക സംഘത്തിൻ്റെ ഏരിയ പ്രസിഡന്റ് സഹ ഹസൻ മുഹമ്മദ്, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള CITUവിൻ്റെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ കൺവീനറും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ക്ഷേമാര്യ സമിതി കമ്മിറ്റി ചെയർമാനുമായിട്ടുള്ള സഹ മണികണ്ഠൻ, CITUവിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗവും ACUവിൻ്റെ ജില്ലാ പ്രസിഡന്റുമായിട്ടുള്ള സഹ വിജയകുമാർ, അതുപോലെ ജനാധിപത്യ അസോസിയേറ്റ് ഏരിയ സെക്രട്ടറി സഹ സരിത, CPMൻ്റെ ചിറങ്ങി ലോക കമ്മിറ്റി സെക്രട്ടറി സഹ P സുഭാഷ്, 11 മറ്റ് സർവീസ് സംഘടനയുടെ പ്രസിഡന്റ് സഹ ഷാജി, കേരള കർഷക തൊഴിലാളി യൂണിയൻ ആക്ടിംഗ് ഏരിയ പ്രസിഡന്റ് സഹ CS അജയകുമാർ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വർഗ ബഹുജന സംഘടനയുടെ ഭാരവാഹികൾ, പാർട്ടിയുടെ നേതാക്കൾ, പ്രിയപ്പെട്ട കർഷകരെ, നമ്മുടെ ശാർക്കര മേഖലയിൽ എന്നും കർഷക സംഘം നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള മേഖലയാണ്. കർഷക സംഘം കാർഷിക മേഖലയിലെ അഭിവൃദ്ധിക്ക് വേണ്ടി ഓണക്കാലങ്ങളിൽ കൃഷി ആരംഭിക്കുവാൻ തീരുമാനിച്ചപ്പോൾ അന്ന് ആ കാലഘട്ടം മുതൽ കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഓണക്കാല പച്ചക്കറി കൃഷി നമ്മൾ നടത്തി വന്നു. എപ്പോഴും അതിൽ ഏറ്റവും കൂടുതൽ ഭാഗവാക്കായിട്ടുള്ളത് നമ്മുടെ വനിതകളാണ്. ഇന്ന് ഈ സമ്മേളനത്തിലും ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് വനിതകളാണ്. ഇതൊരു പ്രധാന കാരണം നമ്മുടെ ചെറുകിട പഞ്ചായത്ത് മേഖലയിലെ കാർഷിക
മേഖല എടുത്തു നോക്കിയാൽ ഭൂരിപക്ഷം വളരെ ബഹുഭൂരിപക്ഷം പേരും വനിതകളായ കുടുംബിനികളാണ് എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സമ്മേളനത്തിൽ കൂടുതലും വനിതകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ഒരു സത്യമാണ്. എന്നാലും നമ്മുടെ വരുന്ന ഓണക്കാലത്ത് നമ്മുടെ ചിലവിന് ആവശ്യമായ പച്ചക്കറി അതുപോലെ പഴവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് കഴിയും എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. പ്രത്യേകിച്ച് ഞാൻ വൈസ് പ്രസിഡന്റായിട്ടുള്ള ചിറയൻകീഴ് സർവീസ് സഹകരണ ബാങ്ക്, അതുപോലെ ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്ത്, ചിറയൻകീഴിലെ കൃഷിഭവൻ എല്ലാം നിങ്ങൾക്ക് എല്ലാവിധ പ്രോത്സാഹനമായി കൂടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് ഓണത്തിന് സുഭിക്ഷമായി പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ നമ്മളൊക്കെ പല കൃഷിത്തോട്ടങ്ങളിൽ പോയിട്ടുള്ളവരാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ഭാഗത്ത് മാറ്റി ഒരു കൃഷി നടക്കുന്നതാണ്. ആ ഉൽപാദകനടുത്ത് നമ്മൾ ചോദിച്ചാൽ ആ ഉൽപാദകൻ പറയും, നമ്മൾ ചോദിക്കുകയാണ് ഇത് മാറ്റി എന്തിനാണ് കൃഷി ചെയ്യുന്നത് ചോദിച്ചാൽ ആ ഉൽപാദകൻ പറയും അത് ഞങ്ങൾക്ക് ഉപയോഗിക്കാനാണ്, ബാക്കിയുള്ളതോ വിൽക്കാനുള്ളതിന് നല്ലൊരു പങ്കും കേരളത്തിലേക്കാണ് വരുന്നത്. അപ്പൊ അത് അവസാനിപ്പിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞു. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട, മുൻകാലങ്ങളിലെ പാലുൽപാദനത്തിന് നമ്മൾ കേരളം വളരെ പിന്നിലായിരുന്നു. ഏകദേശം 50% പാലും കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വന്നുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനം. ഇന്ന് നമ്മൾ പാലുൽപാദനത്തിന് പ്ലസ് പോയിന്റിലാണ്, കൂടുതലായി വന്നിരിക്കുകയാണ്. ആ കോവിഡ് കാലത്തൊക്കെ നമ്മുടെ പാലുൽപാദിപ്പിച്ചവരെടുത്ത് റോഡിൽ ഒഴിച്ച് കളയേണ്ട ഒരു വിധിയുണ്ട്. അപ്പോൾ സർക്കാർ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് അധികം വരുന്ന പാല് സംസ്കരിച്ച് പൊടിയാക്കി വയ്ക്കുന്നതിനുള്ള ഫാക്ടറി തുറന്നുവാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. അപ്പോൾ ആ രീതിയിലേക്ക് പാലുൽപാദനം നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ പച്ചക്കറി പഴവർഗ്ഗ ഉൽപാദനവും ആ രീതിയിലേക്ക് എത്തിച്ചേർക്കുവാൻ നമ്മൾ പരിശ്രമിക്കുകയാണ്. അതിൻ്റെ മുൻപന്തിയിൽ കർഷക സംഘം കർഷകർക്ക് പിന്തുണയായിക്കൊണ്ട് നിൽക്കുന്നു എന്ന കാഴ്ചയും നമ്മൾ ഈ അവസരത്തിൽ കാണുകയാണ്. എന്തായാലും ഈ ഒരു പ്രത്യേക അവസരത്തിൽ കർഷക സംഘത്തിൻ്റെ സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. അങ്ങനെ ശാർക്കര വില്ലേജ് സമ്മേളനം ഇവിടെ ആരംഭിക്കുകയാണ്. ഈ വില്ലേജ് സമ്മേളനത്തിന് വന്നിട്ടുള്ള എല്ലാവരും സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ അതിലേക്ക് കടക്കുകയാണ്. ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് കർഷക സംഘത്തിൻ്റെ മേഖലാ പ്രസിഡന്റായിട്ടുള്ള സഖാവ് ഗോപാലകൃഷ്ണനാണ്. ഗോപാലകൃഷ്ണനെ നിങ്ങളുടെ എല്ലാ പേരിൽ ഈ സമ്മേളനത്തിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ നമ്മൾ വനിതാ പ്രവർത്തകരിൽ പ്രത്യേകിച്ച് CPIMന്റെ ജില്ലാ കമ്മിറ്റി അംഗവും നേമം ബ്ലോക്ക് പ്രസിഡന്റ്, നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട്, സജീവമായി നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു സ്ഥാനത്താണ് സഭ ഇരിക്കുന്നത്. കിസാൻ സഭ നിങ്ങൾക്കറിയാം, 13 മാസം നീണ്ടുനിന്ന ഡൽഹിയിലും ഹരിയാനയിലുമായി സംഘടിപ്പിച്ച കിസാൻ സഭ സമരം, കർഷകരുടെ സമരം സംഘടിപ്പിച്ചത് കിസാൻ സഭയാണ്. ആ കിസാൻ സഭയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ട് ഉള്ള സഖാവാണ് പ്രീജ. അങ്ങനെയുള്ള ഒരാളിനെ തന്നെ നമുക്ക് ഉദ്ഘാടനം ചെയ്യുവാൻ കിട്ടി. എന്നാൽ ആ സഖാവിന് പരാതിയുണ്ട്. കർഷക സംഘത്തിന്റെ മേഖലാ സമ്മേളനത്തിന് പുരുഷന്മാരുടെ എണ്ണം കുറവാണെന്നുള്ള പരാതിയുണ്ട്. അതിനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, വനിതകളാണ് ഏറ്റവും കൂടുതൽ കൃഷിപ്പണി ഇപ്പോൾ വരുന്നത്. അതുകൊണ്ടായിരിക്കാം എന്നിപ്പോൾ ആ സഖാവിനോട് സൂചിപ്പിച്ചെങ്കിലും നമ്മുടെ മേഖലയെ സംബന്ധിച്ച് ഒരുപക്ഷെ ഈ പ്രദേശത്ത് മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കിട്ടിയത് നമുക്കൊരു നല്ല നേട്ടമാണ്. ആ സഖാവിനെ നിങ്ങളുടെ എല്ലാ പേരിൽ ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു.
കർഷകരെ ആദരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് മെമ്പറും CITU-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള സഭ ആർ സുഭാഷ്. മുഖവരയുടെ ആവശ്യമില്ല, നമ്മുടെ എല്ലാം കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന സഭ ആർ സുഭാഷിനെ നിങ്ങളുടെ എല്ലാ പേരിൽ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വർഗ പരിചരണ സംഘടനയുടെ ഭാരവാഹികൾ, CPM-ന്റെ നേതാക്കൾ, CITU-ന്റെ നേതാക്കൾ, പ്രിയപ്പെട്ട കർഷകരെ, ഓരോരുത്തരെയായി പറയുന്നില്ല, എല്ലാ കർഷകരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.